Hello, my dear students. Welcome back to Jamshir classes. I am Jamshir, your faculty for accounting. And കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഇല്ലുസ്ട്രേഷൻ നമ്പർ 21 പ്രാക്ടീസ് വർക്ക് കുറെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ കുറച്ച് കുട്ടികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എസ്പെഷ്യലി ലാസ്റ്റ് ജേർണൽ എൻട്രീസിൽ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ജേർണൽ എൻട്രി മെത്തേഡിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോവാം. വിതൗട്ട് ഫർദർ എനി ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ആൻസറിങ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 21. Before start answering illustration 21, let's read illustration number 21. This question is similar to illustration number 16. Anyway, JB Limited issued 60,000 number of equity shares of 10 each at a premium of 2.5 per share. 2.5 per share ആണ് premium amount. The amount payable on application 4.5 including premium. So 2.5 എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയം എമൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 ഇൻക്ലൂഡിംഗ് പ്രീമിയം എന്ന് വെച്ചാൽ 2.5 പ്രീമിയം എമൗണ്ടും പ്ലസ് 2 റുപ്പീസ് ആപ്ലിക്കേഷൻ എമൗണ്ട് അല്ലെങ്കിൽ ഫേസ് വാല്യൂയുടെ കോൾഡ് പോർഷൻ. ഓക്കെ, ദ എമൗണ്ട് പേയബിൾ ഓൺ അലോട്ട്മെന്റ് വാസ് ഫിക്സ്ഡ് അറ്റ് 4 per share ആൻഡ് ആൻ ഈക്വലന്റ് സം വാസ് ഡ്യൂ ഓൺ കോൾ ടു ബി മെയ്ഡ്. ബാക്കി അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൾ മണി ആയിട്ട് ഡ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ അപ്ലിക്കേഷൻ മണി 4.5 നിന്നും 2 റുപ്പീസ് കിട്ടി. ഓക്കെ, 2 പ്ലസ് 4 റുപ്പീസ് നമുക്ക് അലോട്ട്മെന്റ് മണി ആയിട്ട് കിട്ടിയപ്പോൾ 6 റുപ്പീസ് ആയി. മൊത്തം 2 റുപ്പീസ് അപ്ലിക്കേഷൻ മണി, 4 റുപ്പീസ് അലോട്ട്മെന്റ് മണി. ബാക്കി 4 റുപ്പീസ് ആയിരിക്കും നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട്. കാരണം ഫേസ് വാല്യൂ 10 റുപ്പീസ് ആണ്. ഓക്കെ, സോ കോൾ മണി എന്ന് പറയുന്നത് എത്രയാണ്? 4. ഓക്കെ, ഡൺ. ദ ടോട്ടൽ അപ്ലിക്കേഷൻസ് വേർ റിസീവ്ഡ് ഫോർ 1,10,000 നമ്പർ ഓഫ് ഷെയർസ്. എത്രയാണ് നമ്മൾ കയ്യിലുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 60,000. അതിന് 1,10,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ. എക്സ്ട്രാ എത്ര വന്നു? 50,000 നമ്പർ ഓഫ് ഷെയർസ് എക്സ്ട്രാ വന്നു. ആൻഡ് ആഫ്റ്റർ കൺസൾട്ടിങ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദ ഫോളോയിങ് സ്കീം ഫോർ അലോട്ട്മെന്റ് വാസ് ഡിസൈഡ് അപ്പോൺ. സോ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്സ് ചെയ്യാം. എന്താ? ഒന്നെങ്കിൽ എക്സ്ട്രാ കിട്ടിയ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോറാറ്റ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെക്ക് ചെയ്യാം. പ്രോറാറ്റ ബേസിസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ കാണുന്ന വീഡിയോസിൽ പ്രോറാറ്റന്റെ ലെക്ചേഴ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രോറാറ്റന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പിംഗ് ഓഫ് ഷെയർസ്. ഇവർ എന്ത് ചെയ്യാണ്? കിട്ടിയ നമ്പർ ഓഫ് ഷെയർസ് ഗ്രൂപ്പ് ചെയ്യാണ്. 1 to 100 നമ്പർ ഓഫ് ഷെയർസ് കിട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 101 to 500 ഓവർ 500 നമ്പർ ഓഫ് ഷെയർസിനേക്കാളും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കുള്ള ഒരു കാറ്റഗറി. അങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് എത്രയാ? 1,200. ബി നമ്പർ ഓഫ് അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 175. സി 5 അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് 1 to 100 നമ്പർ ഓഫ് ഷെയർസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതിൽ 1200 അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ. അപ്ലിക്കേഷൻ കിട്ടിയ നമ്പർ ഓഫ് ഷെയർസ് അപ്ലിക്കേഷൻ മാത്രമല്ല, എത്രയാണ് അപ്ലൈ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇവിടെ സ്പെസിഫിക്കലി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര എമൗണ്ട് ആണ് നമുക്ക് അപ്ലിക്കേഷൻ കിട്ടിയത് എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് 70,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എ കാറ്റഗറി. ബി കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുള്ളത് 35,000 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സി കാറ്റഗറി 5,000 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൺ. ഔട്ട് ഓഫ് വിച്ച് ഈ അപ്ലൈ ചെയ്തതിൽ നമ്മൾ അലോട്ട് ചെയ്തത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്? 70,000 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 42,000 അലോട്ട് ചെയ്തു. 35,000 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 14,000 നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തു. 5,000 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ എത്ര കൊടുത്തു? 4,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്തു. സോ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ഇനി നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് റേഷ്യോ കൂടുതൽ ചുരുക്കാതെ സിമ്പിൾ ആക്കാതെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാം? 70-42. അതായത് 70 അപ്ലൈ ചെയ്തവർക്ക് 42 കൊടുത്തു. ഇവിടെയോ 35 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 14 കൊടുത്തു. ഇവിടെ 5 അപ്ലൈ ചെയ്തവർക്ക് 4 കൊടുത്തു. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ 5 4 തന്നെ കിട്ടുന്നതുകൊണ്ട് അതിന്റെ മാക്സിമം നമ്മൾ ചുരുക്കി കാണിച്ചു. 5 അപ്ലൈ ചെയ്തവർക്ക് 4 കൊടുത്തു. ഇതാണ് 3 കാറ്റഗറീസ്. ഇതാണ് 3 റേഷ്യോ ഓഫ് പ്രോറാറ്റ. പ്രോറാറ്റ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്യാം. It was decided that the excess amount received on applications would be utilized in payment of allotment money and surplus, if any, would be refunded to the applicants. So നമ്മളോട് പറയാണ് അപ്ലിക്കേഷൻ മണിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അലോട്ട്മെന്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി എക്സ്ട്രാ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അവർക്ക് തന്നെ റീഫണ്ട് ചെയ്യും.
സോ ഈ സെന്റൻസിന് ഇത്രേ പറയുന്നുള്ളൂ. അപ്ലിക്കേഷൻ മണിയിൽ എന്തെങ്കിലും എക്സ്ട്രാ സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ് മണിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ബാക്കി എമൗണ്ട് റീഫണ്ട് ചെയ്യുക. സഞ്ജയ് ഹു വാസ് വൺ ഓഫ് ദ അപ്ലിക്കൻസ് ബിലോങ്ങിങ് ടു ദ കാറ്റഗറി എ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മിസ്റ്റർ സഞ്ജയ് കുട്ടൻ ഹാഡ് അപ്ലൈഡ് ഫോർ 100 നമ്പർ ഓഫ് ഷെയർസ്. 100 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫോൾട്ടഡ് ഇൻ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി. അലോട്ട്മെന്റ് മണി തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോട്ടഡ്. രണ്ടാമത് വിവേക് കുട്ടൻ ഹു ബിലോങ്ഡ് ടു കാറ്റഗറി സി കാറ്റഗറിയിലുള്ള വിവേക് കുട്ടൻ ആൻഡ് ഹു ഹാഡ് ബീൻ അലോട്ടഡ് 100 നമ്പർ ഓഫ് ഷെയർസ്. മോളിൽ പറഞ്ഞിട്ടുള്ള സഞ്ജയുടെ നമ്പർ ഓഫ് ഷെയർസ് 100 അപ്ലൈ ചെയ്തതാണ്, പക്ഷെ അവനക്ക് അലോട്ട് ചെയ്തത് 100 അല്ല. അതിനൊരു റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കാറ്റഗറി സിയിൽ വരുന്ന മിസ്റ്റർ വിവേക് സി കാറ്റഗറിയിലാണ് വരുന്നത്. അവനക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എത്രയാണ്? 100 ഷെയർസ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എത്രയായിരിക്കും? അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഫെയിൽ ടു പേ ദ കോൾ മണി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ വിവേകിന്റെ സഞ്ജയിന്റെ കാര്യം. സഞ്ജയ് എന്ന് പറയുന്നത് എ കാറ്റഗറിയിൽ വരുന്നതാണ്. 100 ആയിരുന്നു അപ്ലൈ ചെയ്തത്, അയാൾക്ക് അലോട്ട്മെന്റ് മണി പേയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, മിസ്റ്റർ വിവേക് സി കാറ്റഗറിയിലാണ് വരുന്നത്. 800 നമ്പർ ഓഫ് ഷെയർസ് അയാൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾക്ക് കോൾ മണി പേയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഡൺ. ദെയർ ഷെയർസ് വെയർ ഫോർഫിറ്റഡ്. അവർ ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ദ റെസ്പെക്റ്റീവ് കോൾസ് വെയർ മെയ്ഡ് ആൻഡ് റീഇഷ്യൂഡ്. ആഫ്റ്റർ ദ റെസ്പെക്റ്റീവ് കോൾസ് വെയർ മെയ്ഡ്. അപ്പോൾ ആ ബാക്കിയുള്ള ഫൈനൽ കോളും കൂടി വിളിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നത്? ഫോർഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കോൾഡപ്പ് വാല്യൂല് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഷെയർ ക്യാപിറ്റൽ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ഫോർഫീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ലെക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക, മാറിപ്പോകരുത്. ഓക്കെ, റീഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഫോർ 8 rupees ആൻഡ് 6 per share റെസ്പെക്റ്റീവ്ലി. സോ ഇവിടെ റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 കാറ്റഗറീസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ഒന്ന് 100 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്ത മിസ്റ്റർ സഞ്ജയ്, 2 800 നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തിട്ടുള്ള മിസ്റ്റർ വിവേക്. ഇവരുടെ രണ്ടുപേരുടെയും നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. റീഇഷ്യൂ ചെയ്യുന്ന എത്രയാ? 8 രൂപക്കും 6 രൂപക്കും. 8 രൂപക്ക് സഞ്ജയുടെ നമ്പർ ഓഫ് ഷെയർസും 6 രൂപക്ക് വിവേകിന്റെ നമ്പർ ഓഫ് ഷെയർസും റീഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ റീഇഷ്യൂ ചെയ്യുന്നത് എന്തിലാണ്? ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ഡൺ. ഷോ ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് കമ്പനി ടു റെക്കോർഡ് ദ എബോവ് ട്രാൻസാക്ഷൻസ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പിന്നെ ഇവിടെ 2 കാറ്റഗറീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽ ക്വസ്റ്റൻ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 1. ഈ വർക്കിംഗ് നോട്ട് ചില ക്വസ്റ്റ്യനിലും മെയിൻ ആൻസർ തന്നെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക കേട്ടോ. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷെയർസ് അപ്ലൈഡ്, അലോട്ടഡ് ആൻഡ് അഡ്ജസ്റ്റഡ്. പ്രോരാറ്റ ബേസിസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ലെക്ചർ എന്ത് ചെയ്യുക? നിങ്ങൾ കാണാം. ടോട്ടൽ കോളം, പിന്നെ കാറ്റഗറി സി കാറ്റഗറി, പിന്നെ ബി കാറ്റഗറി. നമുക്കൊരു എക്സ്ട്രാ കോൾ ആയിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ കോളും കൂടി കൊടുക്കാം. പിന്നെ എ. ഓക്കെ, ഡൺ. particulars A, B, C, ടോട്ടൽ കോളം. ഓക്കെ, ഒന്നാമത് നമുക്ക് കാണിക്കേണ്ട എമൗണ്ട് അല്ലെങ്കിൽ ഫിഗർ ഏത് എമൗണ്ടാണ്? ഷെയർസ് അപ്ലൈഡ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്? എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. 70,000. രണ്ടാമത് 35,000 നമ്പർ ഓഫ് ഷെയർസ്. മൂന്നാമത് 5,000 നമ്പർ ഓഫ് ഷെയർസ്. മൊത്തം 1,10,000 നമ്പർ ഓഫ് ഷെയർസ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും. പിന്നെ എത്രയും നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തതിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? അലോട്ടഡ് 42,000 ഒന്നാമത്തത്. രണ്ടാമത്തത് 14,000 നമ്പർ ഓഫ് ഷെയർസ്.
മൂന്നാമത് 4000 നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ 60,000 നമ്പർ ഓഫ് ഷെയർസ്. എങ്ങനെയാണ് എനിക്ക് 60,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടിയത്? ഡയറക്റ്റ്. കാരണം നമ്മുടെ കയ്യിൽ മൊത്തം ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 60,000. ഓക്കെ, ഡൺ. സി കാറ്റഗറി. സി എന്താണ് വരുന്നത്? ഷെയർസ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് കൊടുക്കാം. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാൻ A ഇൻറ്റു റുപ്പീസ് 4.5. എത്ര എമൗണ്ട് ആണ് അപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടുന്നത്? 4.5 ആണ്, ഇൻക്ലൂഡിങ് പ്രീമിയം എമൗണ്ട്. ഒന്നാമത്തെ കാറ്റഗറി 70,000 ഇൻറ്റു 4.5, 3,15,000. രണ്ടാമത്തെ കാറ്റഗറി 35,000 ഇൻറ്റു 4.5, 1,57,500. മൂന്നാമത്തത് 5,000 ഇൻറ്റു 4.5, 22,500. ടോട്ടൽ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എത്രയായിരിക്കും? 4,95,000. ഓക്കെ അല്ലേ? സെറ്റ്. രണ്ടാമത്തെ ഡി. അപ്ലിക്കേഷൻ മണി നമുക്ക് ഇത്രയാണ് കിട്ടിയത് എങ്കിലും ശരിക്കും അപ്ലിക്കേഷൻ മണി റിക്വേർഡ് എത്രയാണ്? റിക്വേർഡ് ബി ഇൻറ്റു റുപ്പീസ് 4.5. ഒന്നാമത് 42,000 ഇൻറ്റു 4.5, 1,89,000 റുപ്പീസ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ 14,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അലോട്ട് ചെയ്തിട്ടുള്ളത്. സോ 63,000. മൂന്നാമത്തെ കാറ്റഗറി 4,000 ഇൻറ്റു 4.5, അലോട്ട് ചെയ്തിട്ടുള്ളത് 18,000 റുപ്പീസ്. ഇത്ര എമൗണ്ട് ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ എത്രയാ? 2,70,000. ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? M+ അല്ലെ അതുപോലെ തന്നെ ഈ ട്രിക്ക് ഒക്കെ യൂസ് ചെയ്യുക. ഈ മെമ്മറി ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൈനസ് ഒക്കെ ചെയ്തിട്ട് മെമ്മറി റീകോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂസേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത്രയും ടൈം നിങ്ങൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. എന്നാൽ മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ടൈം കിട്ടുള്ളൂ. ഡി കഴിഞ്ഞു. നെക്സ്റ്റ് എക്സസ് മണി. എത്രയാണ് നമുക്ക് എക്സസ് എമൗണ്ട് ഉള്ളത്? സി മൈനസ് ഡി ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള എക്സസ് എമൗണ്ട്. ഓക്കെ അല്ലേ? ഒന്നാമത്തേൽ 3,15,000 മൈനസ് 1,89,000, 1,26,000 ആണ് ഇവിടെ എക്സസ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി 1,57,500 മൈനസ് 63,000, 94,500. മൂന്നാമത്തെ കാറ്റഗറി 22,500 മൈനസ് 18,000, 4,500. ടോട്ടൽ എക്സസ് എമൗണ്ട് റിസീവ്ഡ് 2,25,000. ഓക്കെ, ഡൺ. ഇനി നമുക്ക് എത്രയാണ് എമൗണ്ട് റിസീവബിളിന് മുമ്പ് നമുക്ക് അലോട്ട്മെന്റ് മണി ഡ്യൂവും കൂടി കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. സോ അലോട്ട്മെന്റ് മണി ഡ്യൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ എങ്ങനെ മനസ്സിലാവാം? ബി ഇൻറ്റു റുപ്പീസ്. അലോട്ട്മെന്റ് മണി നമ്മൾ ഡ്യൂ ആകുന്നത് 4 റുപ്പീസ് വെച്ചിട്ടാണ്. ഇവിടെ ബി എത്രയാ? 42,000. ഓക്കെ, ഒന്നാമത് 42,004, 1,68,000. രണ്ടാമത്തെ കാറ്റഗറിയിൽ 14,000 ഇൻറ്റു 4, 56,000 റുപ്പീസ് ആണ് ഡ്യൂ ആവുന്ന അലോട്ട്മെന്റ് മണി. മൂന്നാമത്തെ കാറ്റഗറിയിൽ 4,000 ഇൻറ്റു 4, 16,000 ആണ് നമുക്ക് ഡ്യൂ ആവുന്നത്. മൊത്തം ടോട്ടൽ ഡ്യൂ ആവുന്നത് 2,40,000. ഓക്കെ, ഡൺ. ഇനി നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന എക്സസ് എമൗണ്ടും അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നതും കൂട്ടിയിട്ട് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്തതിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അതായിരിക്കും നമുക്ക് ഒന്നെങ്കിൽ റിസീവബിൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യേണ്ട എക്സസ് എമൗണ്ട്, സർപ്ലസ് എമൗണ്ട്. സോ റിസീവബിൾ എമൗണ്ട് ഓർ റീഫണ്ടബിൾ, അങ്ങനെ രണ്ട് കാറ്റഗറി വെച്ച് നമുക്ക് ചെയ്യാം. ഈ റീഫണ്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, റീഫണ്ടബിൾ. ഒന്നാമത്തേൽ നമ്മൾ റിസീവബിൾ ആണോ റീഫണ്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് മൈനസ് ഇ ഇത് ചെയ്താൽ നമുക്ക് മനസ്സിലാവും.
ഡ്യൂ ആയിട്ടുള്ളത് ഒന്നാമത്തെ കാറ്റഗറിയിൽ 1,68,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1,26,000 റുപ്പീസ് എക്സസ് എമൗണ്ട് മൈനസ് ചെയ്താൽ 42,000 റുപ്പീസ് ആര് തരണം? നമ്മുടെ എ കാറ്റഗറിയിലുള്ള ഷെയർ അപ്ലിക്കൻസ് ഇങ്ങോട്ട് തരണം. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറിയിൽ 56,000 റുപ്പീസ് ആണ് നമുക്ക് എന്താവുന്നത്? ഡ്യൂ ആവുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള എക്സസ് എമൗണ്ട് 94,500 ആണ്. അപ്പോൾ 38,500 റുപ്പീസ് നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എക്സസ് എമൗണ്ട് 94,500 ഉണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ 16,000 ആണ് ഡ്യൂ ആവുന്നത്. മൈനസ് 4,500, 11,500 റുപ്പീസ് നമുക്ക് ഇങ്ങോട്ട് റിസീവബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് റിസീവബിൾ അതുപോലെ തന്നെ റീഫണ്ടബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 42,000 പ്ലസ് 11,500 മൊത്തം 53,500 നമുക്ക് ഇങ്ങോട്ട് റിസീവബിൾ ആയിട്ടും അതുപോലെ തന്നെ റീഫണ്ടബിൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതായിട്ട് എത്ര എമൗണ്ട് ഉള്ളത്? റീഫണ്ടബിൾ ഇവിടെ 38,500 റുപ്പീസ് മൊത്തം. ഈ എമൗണ്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷോയിങ് ഷെയർസ് അപ്ലൈഡ്, അലോട്ടഡ്, അഡ്ജസ്റ്റഡ്. അത് കംപ്ലീറ്റ് ആയി. ഇനി ഈ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണം. ജേണൽ എൻട്രീസ് നമുക്ക് എന്തൊക്കെ ജേണൽ എൻട്രീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, പിന്നെ നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നു, പിന്നെ നമ്മൾ എക്സസ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ ജേണൽ എൻട്രീസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഒന്നാമത് ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ബാങ്കിലേക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്? A into 4.5 ചെയ്തല്ലേ? 4,95,000. ഓക്കെ, കറക്റ്റ്. രണ്ടാമത് നമ്മൾ കാറ്റഗറി ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? അലോട്ട് ചെയ്യാണ്. സോ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ്, അപ്ലിക്കേഷൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അലോട്ട് ചെയ്യും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവേണ്ട എമൗണ്ട് അലോട്ട് ചെയ്യുന്നത്? മൊത്തം നമ്മൾ അലോട്ട് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്? എന്തായാലും ഇവിടെ 4,95,000 തന്നെ വരും. ഓക്കെ, അത് ഡൺ. പക്ഷെ നമ്മൾ മൊത്തം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് എത്ര എമൗണ്ട് ആയിരിക്കും? ഈ കാൽക്കുലേഷനിൽ അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട്, റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട്. ഇവിടെയും നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണ്. ഈ പ്രീമിയം എമൗണ്ടും കൂടി മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ട എമൗണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? അത് നമുക്കറിയാം. എത്രയാ? 60,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു ₹2 ആണ് എവിടത്തേക്ക് പോകേണ്ടത്? അപ്ലിക്കേഷൻ മണി ആയിട്ട് പോകേണ്ടത്. സോ 2 into 6,000, 1,20,000 റുപ്പീസ് നമ്മൾ എവിടത്തേക്ക് പോകും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും. 2 സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് നമ്മൾ 2.5 1,50,000 പോയി. മൊത്തം 2,07,000. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷോയിങ് അപ്ലൈഡ്, അലോട്ടഡ് ആൻഡ് അഡ്ജസ്റ്റഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ആണ് പോകുന്നത്? എക്സസ് എമൗണ്ട് എത്രയാണ് നമുക്ക് വരുന്നത്? 2,70,000. അതല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 2,70,000 ആണോ? ഒന്നും കൂടി നമുക്ക് നോക്കിയാലേ വെരിഫൈ ചെയ്യാം എത്ര എമൗണ്ട് ആണ് നമ്മൾ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ 2,25,000 റുപ്പീസ് ആണ് മൊത്തം നമ്മുടെ കയ്യിലുള്ള എക്സസ് അല്ലേ? ഈ എക്സസിൽ നമ്മൾ പിന്നീട് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാ? 38,500. അപ്പം 2,25,000 മൈനസ് 38,500 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആക്ച്വലി അലോട്ട്മെന്റ് മണി ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസ് മണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. 2,25,000 മൈനസ് 38,500
1,86,500 ആണ് നമ്മൾ എക്സസ് എമൗണ്ട് ട്രാൻസ്ഫർ ടു ഷെയർ അലോട്ട്മെന്റ്. 1,86,500. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 1,20,000 പ്ലസ് 1,50,000 പ്ലസ് 1,86,500 മൊത്തം 4,00,000. 1,20,000 പ്ലസ് 1,50,000 പ്ലസ് 1,86,500. 4,56,500 മാത്രമേ വരുന്നുള്ളൂ. മൈനസ് 4,95,000 ചെയ്താൽ ഒരു 38,000 റുപ്പീസ് 500 റുപ്പീസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് എന്ത് എമൗണ്ടാ? ടു ബാങ്ക് അക്കൗണ്ട്. എന്താ ബാങ്ക് അക്കൗണ്ട്? നമ്മൾ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ടും നോർമലി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം റീഫണ്ട് ചെയ്യാറുണ്ട്. സോ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റിൽ എക്സസ് മണി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റീഫണ്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമതും ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നിട്ട് ജേണൽ എൻട്രി എഴുതേണ്ടി വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? ഈ 2 എൻട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി എന്താ? ഇനി ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി ആണ്. ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എന്തുവാ? ഷെയർ allotment account debited to equity share capital account. എത്ര എമൗണ്ടാ? 60,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹4 ആണ് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നത്. 2,40,000. ഔട്ട് ഓഫ് 2,40,000 we have already received 1,86,500 rupees. അല്ലേ? മൈനസ് 1,86,500. റിമൈനിങ് 53,500 will be received from the equity share holders. Next journal entry will be bank account debited to share allotment account. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ ശരിക്കും നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് 53,500. ഹൗവെവർ ബാങ്കിലേക്ക് 53,500 കിട്ടുന്നില്ല. കാരണം എന്താ? കാരണം ഇത്രയേ ഉള്ളൂ. മിസ്റ്റർ സഞ്ജയും വിവേകും. അതിൽ മിസ്റ്റർ സഞ്ജയ്, 1 applicant belongs to category A had applied for 100 number of shares. 100 number of shares അപ്ലൈ ചെയ്ത മിസ്റ്റർ സഞ്ജയ് അലോട്ട്മെന്റ് മണി പേയ്മെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സഞ്ജയുടെ കയ്യിൽ ഓൾറെഡി ഒരു എക്സസ് എമൗണ്ട് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടൂ? കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു എന്ത് എൻട്രിയും കൂടി ഏത് അക്കൗണ്ടും കൂടി വരും? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2. അത് നമ്മൾ എന്ത് ചെയ്യുക? എത്ര എമൗണ്ട് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എവിടെ വരാം? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് എന്നുള്ള അക്കൗണ്ടിലേക്ക് വരാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോൾസ് ഇൻ അരിയേഴ്സ് എന്നുള്ള ആ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യണം. വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്തോ ദ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ടു മിസ്റ്റർ സഞ്ജയ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ടു മിസ്റ്റർ സഞ്ജയ്. എ കാറ്റഗറി അപ്ലിക്കേഷൻ എത്രയായിരുന്നു? 100 നമ്പർ ഓഫ് ഷെയർസ്. അലോട്ടഡ് എത്രയെന്നല്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അലോട്ടഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോറാറ്റ റേഷ്യോ, ഫസ്റ്റത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രോറാറ്റ റേഷ്യോ എത്രയാ? 42:70 അല്ലേ? ഓർക്കുന്നില്ലേ? 70,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 42,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് കൊടുക്കുന്നത്. ഇനി സി അലോട്ടഡ് ഷെയർസ് is equal to 100 number of shares applied into 42 divided by 70. 100 into 42 divided by 70, 60. So 60 number of shares ആണ് allotted to സഞ്ജയ്.
സോ സഞ്ജയ്ക്ക് അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് 60 ആണ്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 3 ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ എമൗണ്ട് ഡ്യൂ ഫ്രം മിസ്റ്റർ സഞ്ജയ് ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് സഞ്ജയിൽ നിന്നും എത്ര എമൗണ്ട് ആണ് കിട്ടാനുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇനി എ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എത്രയാ? സഞ്ജയുടെ അടുത്ത് നിന്നും അപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്തിട്ടുള്ള എത്രയായിരിക്കും? 100 നമ്പർ ഓഫ് ഷെയർസ് ആണ് അപ്ലൈ ചെയ്തത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു 4.5 അവൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, 450. ഓക്കെ. ബി അപ്ലിക്കേഷൻ മണി റിക്വയർഡ് എത്രയാ? 60 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 4.5 അല്ലേ? 270 റുപ്പീസ് നമുക്ക് ശരിക്കും റിക്വയർമെന്റ് ഉള്ളൂ. അയാൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് 450 റുപ്പീസ്. 180 എക്സസ് എമൗണ്ട് അഡ്ജസ്റ്റഡ് ടു അലോട്ട്മെന്റ്. ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അലോട്ട്മെന്റ് മണിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ എത്രയാ? ഡ്യൂ 60 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 4 റുപ്പീസ് ആണ് അലോട്ട്മെന്റ് മണി. അതായത് 240 റുപ്പീസ് ഡ്യൂ ആയിട്ടുണ്ട്. അതിൽ 180 റുപ്പീസ് ഓൾറെഡി മിസ്റ്റർ സഞ്ജയുടെ അടുത്ത് എക്സസ് ആയിട്ട് 180 റുപ്പീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 240 മൈനസ് 180 60 റുപ്പീസ്. എമൗണ്ട് ഡ്യൂ ഫ്രം സഞ്ജയ് ഓർ ഇതാണ് എന്ത്? കോൾസ് ഇൻ അരിയേഴ്സ്. ഇത്രയും എമൗണ്ട് നമുക്ക് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കിട്ടണം, 60. ഇനി നമ്മൾ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലേക്ക് കിട്ടുന്ന എമൗണ്ട് ഈ ഒരു 60 റുപ്പീസ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇത് വർക്കിംഗ് നോട്ട് നമ്പർ 2 അല്ല 3യിലാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 53,500 മൈനസ് 60 53,440 റുപ്പീസ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡൺ. ഇതാണ് എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ജേർണൽ എൻട്രി. രണ്ടാമത്തെ ജേർണൽ എൻട്രി ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ആണ്. ഇതുവരെ നമ്മൾ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും ചെയ്യുന്നത്? ഫൈനൽ കോളും കൂടി ചെയ്തിട്ടാണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ഫൈനൽ കോൾ ഷെയർ ഫൈനൽ കോൾ call account debited to equity share capital account. 60,000 നമ്പർ ഓഫ് ഷെയർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. 4 റുപ്പീസ് ആണ് നമ്മുടെ കോൾ മണി. 240,000. ഈ 240,000 മിസ്റ്റർ സഞ്ജയും പേയ്മെന്റ് തന്നിട്ടില്ല, അതേപോലെ തന്നെ മിസ്റ്റർ വിവേകും പേയ്മെന്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ. ഷെയർ ഫൈനൽ കോൾ എമൗണ്ട് ആയിട്ട് 240,000 റുപ്പീസ് വന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കോൾസിന് അരിയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കോൾസിന് അരിയേഴ്സ് അക്കൗണ്ടിലേക്ക് 60 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു റുപ്പീസ് 4 കിട്ടിയിട്ടില്ല, പ്ലസ് 800 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു റുപ്പീസ് 4 കിട്ടിയിട്ടില്ല. കറക്റ്റ് അല്ലേ? 60 നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തിട്ടുള്ള മിസ്റ്റർ സഞ്ജയ് നമുക്ക് 4 റുപ്പീസ് തന്നിട്ടില്ല. 800 നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തിട്ടുള്ള മിസ്റ്റർ വിവേകും പേയ്മെന്റ് ചെയ്തിട്ടില്ല. അത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 60 into 4 240, 800 into 4 3,200. രണ്ടും കൂടി കൂട്ടിയാൽ 3,440 മൈനസ് 2,40,000. മൊത്തം നമ്മുടെ ബാങ്കിലേക്ക് കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസസ് ഉള്ള എമൗണ്ട് 2,36,560 റുപ്പീസ് ആയിരിക്കും.
ഓക്കെ അല്ലേ ഈ ഒരു ജേണൽ എൻട്രി? ഒന്നും കൂടി നോക്കിയേ, കോൾസ് ഇൻ അരിയേഴ്സ് 2 കാറ്റഗറീസ് ഉണ്ട്, വിവേക് ഉണ്ട്, സഞ്ജയ് ഉണ്ട്. ആ 2 എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയ എമൗണ്ട്. നെക്സ്റ്റ് ജേണൽ എൻട്രി നമ്മൾ ഫോർഫീച്ചർ ചെയ്യാണ്. ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഫോർഫീറ്റ് ചെയ്യുക. ജേണൽ എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ്. എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നത്? 60 നമ്പർ ഓഫ് ഷെയർസ് ഫ്രം സഞ്ജയ്, 800 നമ്പർ ഓഫ് ഷെയർസ് ഫ്രം മിസ്റ്റർ വിവേക്. മൊത്തം 860 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർഫീറ്റ് ചെയ്യാണ്. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൾഡ് അപ്പ് വാല്യൂവിൽ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മൈനസ് ചെയ്യണം. സോ 860 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 10, 8600 റുപ്പീസ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എളുപ്പമുള്ളതാണ് 2 അക്കൗണ്ട്. ഒന്ന് കോൾസ് ഇൻ അരിയേഴ്സും 2 ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. ഈ 2 അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഈ 2 അക്കൗണ്ടിൽ നമ്മൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഈ 2 എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് ഓർമ്മയുണ്ടോ? കോൾസ് ഇൻ അരിയേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്? കിട്ടിയതാണോ കിട്ടാത്തതാണോ? കോൾസ് ഇൻ അരിയേഴ്സിൽ കിട്ടാത്തത്, ഫോർഫീച്ചഡ് അക്കൗണ്ടിൽ കിട്ടിയത്. അതാണല്ലോ കിട്ടാത്തത്. ഇതുവരെ എത്രയാണോ കിട്ടാത്തത് അത് രണ്ടാമത് കിട്ടിയത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി വരും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരില്ല. പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്ത് വരും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രീമിയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ അല്ലേ? നമ്മൾ 2 കാറ്റഗറീസ് നോക്കുകയാണെങ്കിലും പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ്. മിസ്റ്റർ സഞ്ജയ് ആവട്ടെ വിവേക് ആവട്ടെ, 2 ആളും അപ്ലിക്കേഷൻ മണി പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട്. അതിനർത്ഥം പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടേ ആവശ്യമില്ല. ഓക്കെ അല്ലേ? സോ കോൾസ് ഇൻ അരിയേഴ്സിൽ നമ്മൾ ഇതുവരെ കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട് കാണിച്ചിട്ടുള്ളത്, ഒന്ന് 60 റുപ്പീസ്, സഞ്ജയുടെ 60 റുപ്പീസും, അതേപോലെ തന്നെ രണ്ടാമത് സഞ്ജയുടെ വിവേകിന്റെ കൂടിയിട്ട് 3440, മൊത്തം എത്രയോ? 3500. സോ 3500 റുപ്പീസ് നമുക്ക് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് ഡയറക്റ്റ് എടുക്കാം. ഓക്കെ, ഡൺ. ഫോർഫീച്ചഡ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയത് ആയിട്ടുള്ള എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? ആ എമൗണ്ട് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഈ കിട്ടിയതായിട്ടുള്ള എമൗണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ എക്സെപ്റ്റ് പ്രീമിയം എമൗണ്ട്. പ്രീമിയം എമൗണ്ട് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഫോർഫീച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയം എമൗണ്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ ഒന്നാമത്തെ കാറ്റഗറിയിൽ മിസ്റ്റർ സഞ്ജയ് 450 റുപ്പീസ് ടോട്ടൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഔട്ട് ഓഫ് 450 റുപ്പീസ് 150 റുപ്പീസ് പ്രീമിയം എമൗണ്ട് ആണ്. എങ്ങനെയാണ് പ്രീമിയം എമൗണ്ട് 150 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 60 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 60 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2.5, അതാണ് പ്രീമിയം എമൗണ്ട് 150 റുപ്പീസ്. സോ ഔട്ട് ഓഫ് 450 മൈനസ് 150 എത്ര വരും? 300. സോ 300 റുപ്പീസ് മിസ്റ്റർ സഞ്ജയുടെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. എക്സെപ്റ്റ് പ്രീമിയം. പ്രീമിയം എമൗണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. പ്ലസ് മിസ്റ്റർ വിവേകിന്റെ അടുത്ത് നിന്ന് നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 4 ആയിട്ട് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എത്രയാണ് മിസ്റ്റർ വിവേകിന്റെ അടുത്ത് നമുക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ മിസ്റ്റർ വിവേകിന്റെ അടുത്ത് നിന്ന് കിട്ടിയ എമൗണ്ട്, റിസീവ്ഡ് എമൗണ്ട് നമ്മൾ കയ്യിലുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 4, എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വിവേക്. വിവേകിന്റെ കാൽക്കുലേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വിവേകിന്റെ എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുള്ള അലോട്ടഡ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 800 number of shares. Out of 800 number of shares, the ratio of allotment 4:5 ആണ്. കാരണം വിവേക് സി കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അലോട്ട്മെന്റ് മണി
അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയല്ല, അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് എത്രയാണ് നമുക്ക് കിട്ടും. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 800 ഇൻറ്റു 5/4. ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് റിവേഴ്സ് വരുന്നത് എന്നുള്ള കാൽക്കുലേഷൻ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ലെക്ചർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ 1000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തു, അതിൽ 800 നമ്പർ ഓഫ് ഷെയർസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സി ഡൺ. ഇനി നമ്മൾ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 2 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലും കൂടി ചെയ്യാം. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ടോട്ടൽ എമൗണ്ട് എത്രയാണ് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാവും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മോഡൽ കൊടുത്തിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് വേറൊരു മോഡലാണ്. എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് 1000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്ത് 4.5 റുപ്പീസ് വെച്ചിട്ടല്ലേ കിട്ടിയത്. 4500 റുപ്പീസ് ആണ് നമുക്ക് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് കൂടുതലാണ് നമ്മുടെ കാൽക്കുലേഷൻ, എന്നാലും കുഴപ്പമില്ല. അപ്ലിക്കേഷൻ റിക്വയർഡ് എത്ര എമൗണ്ട് ആയിരിക്കും? 800 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 4.5, 3600. Out of 3600, the excess amount will be 900 rupees. 900 rupees excess ഉണ്ട്. ഓക്കെ, എക്സസ് റുപ്പീസ് 900 ഉണ്ടായിരിക്കെ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയിട്ടുള്ളത് 800 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹4 എത്രയാ? 3200. അപ്പം ഔട്ട് ഓഫ് 3200 the amount will be received, allotment money received from Mr. Vivek എത്രയായിരിക്കും? 3200 മൈനസ് 800 ഓൾറെഡി എക്സസ് ഉള്ളത് കൊണ്ട് 2300 റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വിവേക് വിൽ ബി, ഒന്നാമത്തത് എ കാറ്റഗറി, രണ്ടാമത്തത് ബി കാറ്റഗറി. ഇത് രണ്ടും ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 6800. Out of 6800 total received, we need to remove less premium amount. So premium amount എത്രയാ? 800 number of shares into 2.5 ആണ് പ്രീമിയം എമൗണ്ട്. ഇത് ഓൾറെഡി റിസീവ് ചെയ്തതുകൊണ്ട് ഫോർഫീച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 800 ഇൻറ്റു 2.5, 2000 റുപ്പീസ്. 2000 റുപ്പീസ് നമ്മൾ റിമൂവ് ചെയ്താൽ ബാക്കി എമൗണ്ട് 4800 റുപ്പീസ് ആണ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ വിവേക്. ഓക്കെ അല്ലേ? സോ 4800 റുപ്പീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മിസ്റ്റർ വിവേകിന്റെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് ഫോർഫീച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ അല്ലേ? ഇത് വർക്കിംഗ് നോട്ട് നമ്പർ 4 കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4800 പ്ലസ് 300 മൊത്തം 5100 റുപ്പീസ് ആയിരിക്കും നമുക്ക് എന്ത് വരാം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ ടോട്ടലി ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട്. സോ 5100 പ്ലസ് 3500 ടോട്ടൽ 8600. ഓക്കെ അല്ലേ? ഡൺ. ഫോർഫീച്ചർ കഴിഞ്ഞു. ഫോർഫീച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചാനൽ എൻട്രി എന്താ? റീഇഷ്യൂ ഓഫ് ഷെയർസ്. റീഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മളെ എൻട്രി നമ്പർ 8 വരുന്നത്. റീഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് നോർമലി നമുക്ക് വരുന്ന ജേർണൽ എൻട്രി. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്യുന്നത്. മിസ്റ്റർ സഞ്ജയുടെ നമ്പർ ഓഫ് ഷെയർസ് 8 റുപ്പീസിനും മിസ്റ്റർ വിവേകിന്റെ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ 6 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ 2 റുപ്പീസും 4 റുപ്പീസും വെച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് അക്കൗണ്ടും കൂടി വരും? ഫോർഫീച്ചർ അക്കൗണ്ടും കൂടി വരും. ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട് ഡെബിറ്റഡ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമുക്ക് ടോട്ടലി ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാ? 60 നമ്പർ ഓഫ് ഷെയർസ് മിസ്റ്റർ സഞ്ജയുടെയും അതുപോലെ തന്നെ 800 നമ്പർ ഓഫ് ഷെയർസ് മിസ്റ്റർ വിവേകിന്റെയും ഇൻറ്റു ₹10 വെച്ചിട്ടാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ടത്. ടോട്ടൽ 860 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 10, 8600 റുപ്പീസ്. ഇതായിരിക്കും നമ്മൾ ശരിക്കും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്. ഇനി ബാങ്കിലേക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? 8 റുപ്പീസ് ഇൻറ്റു 60 പ്ലസ് 6 റുപ്പീസ് ഇൻറ്റു 800.
ഇങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻ. ഇതാ 8ഉം 6ഉം. ഓക്കെ ഡൺ. ഇപ്പൊ കറക്റ്റ് തന്നെ. 8 into 60 480 plus 6 into 800 4800 മൊത്തം 5280 റുപ്പീസ് ബാങ്കിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് പോകണം? 3320. ഇവിടെ നമുക്ക് ടോട്ടലി എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ ഫോർഫീറ്റ് ചെയ്ത് ആ കംപ്ലീറ്റ് നമ്പർ ഓഫ് ഷെയർസും റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് വേറെ വേറെ പാർട്ടീഷനും മറ്റൊന്നും ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താ പറഞ്ഞോ? ഫോർഫീച്ചർ ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. കാരണം എന്താ? ഉണ്ടായ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ ആ കംപ്ലീറ്റ് നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് 5100 റുപ്പീസ് ആയിരുന്നു. ഔട്ട് ഓഫ് 5100 റുപ്പീസ് വി ഹാവ് ഗിവൺ അല്ലെങ്കിൽ വി ഹാവ് റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 3320 മൈനസ് 5100 1780 rupees will be transferred to capital reserve account. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇത്രയും ഇവിടെ ചെയ്യാനുള്ള ജേണൽ എൻട്രീസ്. മൊത്തം നമുക്ക് ടോട്ടൽ 9 ജേണൽ എൻട്രീസ് ആണ് വരാം ആസ് പെർ അവർ മെത്തേഡ്. നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ് ഈ ഒരു മോഡലാണ്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റീസൺ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള മെത്തേഡാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കോൾസ് ആൻഡ് അരിയാസ് ഓപ്പൺ ചെയ്യാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സൊല്യൂഷൻ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷെയർസ് അപ്ലൈഡ് allotted ആൻഡ് അഡ്ജസ്റ്റഡ് ഇതിന്റെ മോഡലും മാറി. നമ്മൾ നോർമലി നേരത്തെ നമ്മൾ ചെയ്ത പ്രകാരം കാറ്റഗറി നമ്പർ ABC എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 1 2 3 അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കൊടുത്തു. അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെന്റ് മണിയും റിസീവ് ചെയ്തതും റിക്വയർമെന്റും അതുപോലെ തന്നെ റീഫണ്ട് എമൗണ്ട് ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു ഹൊറിസോണ്ടൽ മോഡൽ ഫിൽ ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ മൊത്തം എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എമൗണ്ട് റിസീവബിൾ എത്രയാ? 53,500ഉം എമൗണ്ട് റീഫണ്ടഡ് എത്രയാ? 38,500. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ സ്റ്റേറ്റ്മെന്റിലും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ജേണൽ എൻട്രി നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ജേണൽ എൻട്രി ഓക്കെ ഡൺ, കുഴപ്പമൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത് ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്തും ജേണൽ എൻട്രിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെയിം ജേണൽ എൻട്രി തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റ് എമൗണ്ട് ഡ്യൂ ആണ് ജേണൽ എൻട്രി. ഓക്കെ ഡ്യൂ ആയി ഡൺ. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 60 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എൻട്രി ഇവിടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് 53,500 റുപ്പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തില്ല? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് കാണിച്ചിട്ടില്ല. പകരം എന്ത് ചെയ്തു? 53,400 റുപ്പീസ് മാത്രമേ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഫസ്റ്റ് കോൾസ് ഇൻ അരിയേഴ്സിന്റെ ലെക്ചേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടായിരുന്നു ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് കോൾസ് ഇൻ അരിയേഴ്സോ കോൾസ് ഇൻ അഡ്വാൻസോ ഓപ്പൺ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷെയർ അലോട്ട്മെന്റ് മണി എത്ര എമൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? 1,86,500 അല്ലെ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂ എമൗണ്ട് എത്രയാ? 2,40,000. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എഗെയിൻ എത്രയാ? 53,440. നോർമലി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയിട്ട് അവിടെ 0 ബാലൻസ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് പതിവ്. അത് ഷെയർ അലോട്ട്മെന്റ് ആവട്ടെ ഫൈനൽ കോൾ ആവട്ടെ ഏത് എമൗണ്ട് ആണെങ്കിലും അവിടെ 0 ഉണ്ടാവും. പകരം കോൾസ് ഇൻ അഡ്വാൻസോ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഈ ഒരു കാറ്റഗറീസ് മൂന്നും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,40,000 റുപ്പീസ് ഡെബിറ്റ് ബാലൻസിലും ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ഓക്കെ ക്രെഡിറ്റ് ബാലൻസിൽ ഇതും ഈ എമൗണ്ടും ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്താൽ
1,86,500 മൈനസ് ചെയ്തു. അതുപോലെ തന്നെ 53,440 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 60 റുപ്പീസ് ഇവിടെ ബാലൻസ് ഉണ്ട്. 60 റുപ്പീസ് ബാലൻസ് ശരിക്കും എന്ത് എമൗണ്ടാണ്? നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സ്. സോ ഇവിടെ കോൾസ് ഇൻ അരിയേഴ്സ് ഓപ്പൺ ചെയ്യാതെ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി ആണ് ഇത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ 60 റുപ്പീസ് ബാലൻസ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ജേണൽ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ കോൾ എമൗണ്ട് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എഴുതി 2,40,000. അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളെയും സെയിം ജേണൽ എൻട്രി ആണ്. പക്ഷേ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എഗെയിൻ ഇവിടെയും എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. 2,40,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തു, 2,36,560 മാത്രമാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കാം. 2,40,000 മൈനസ് 2,36,560 റുപ്പീസ്, 3,440. ഈ എമൗണ്ട് അല്ലേ നമ്മൾ രണ്ടാമത് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന എമൗണ്ട്. നമ്മൾ ആൻസറിൽ നോക്കിയേ, ഇതാ 3,440. അപ്പൊ അതും കറക്റ്റ് ആയി. നെക്സ്റ്റ് കോൾ മണി വന്നു, ഡ്യൂ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് കോൾഡ് അപ്പ് വാല്യൂവിൽ കാണിച്ചു. എങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ? 60 നമ്പർ ഓഫ് ഷെയർസ് പ്ലസ് 800 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹10 കോൾഡ് അപ്പ് വാല്യൂ എത്രയാണോ ആ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ് ആയിരുന്നു. കോൾസ് ഇൻ അരിയേഴ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന എമൗണ്ട് ഈ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരുന്നു. നോക്കാം, 60 പ്ലസ് 3,440 എത്ര വരാം? മൊത്തം ടോട്ടൽ 3,500 അല്ലേ? നോക്കി നോക്കാം. കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് 3,500 ആണ്. ഈ എമൗണ്ട് തന്നെയാണ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടും നേരത്തെ ബാലൻസ് ഉള്ളത് ഇവിടെ കാണിച്ചു. ഓക്കെ അല്ലേ? ദെൻ ഫോർഫീസർ അക്കൗണ്ടിലേക്ക് 5,100 റുപ്പീസ് ആണ് വരുന്നത്. അതിന് നമ്മൾ 300 പ്ലസ് 4,800 ആണ് എന്നുള്ളത് വർക്കിംഗ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടാമത് കിട്ടിയ എമൗണ്ട് ഇതിലും കുഴപ്പമൊന്നുമില്ല. കാരണം 60 ഇൻറ്റു 8ഉം പ്ലസ് 800 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹6 ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് ബാങ്കിലേക്ക് കിട്ടിയത്. അതിന് ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് എമൗണ്ട് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് കാണിച്ചു. 8,600 റുപ്പീസ് നമുക്ക് കിട്ടി. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 60 നമ്പർ ഓഫ് ഷെയർസ് മിസ്റ്റർ സഞ്ജയുടെയും 800 നമ്പർ ഓഫ് ഷെയർസ് മിസ്റ്റർ വിവേകിന്റെയും മൊത്തം 860 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹10 ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയത്. ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് മൈനസ് ചെയ്തിട്ട് 5,100 നിന്നും ഡിസ്കൗണ്ട് എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രീസിൽ വന്ന ഡിഫറൻസ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ആൻസർ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വർക്കിംഗ് നോട്ട് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് നോട്ടും സിമിലർ നമ്മൾ ചെയ്ത പോലെ തന്നെ വർക്കിംഗ് നോട്ട് ആയിരിക്കും. പക്ഷെ ചില ഡിഫറൻസസ് അവിടെ ഇവിടെയൊക്കെ വർക്കിംഗ് നോട്ടിലുണ്ടാവും. പക്ഷെ ഫൈനൽ എമൗണ്ടൊന്നും ഡിഫറൻസസ് ഒന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെക്ചർ. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് പോവുക. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന സിമിലർ ടൈപ്പ് ആണെങ്കിൽ പോലും ചിലതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെയ്യുന്ന ജേണൽ എൻട്രീസിൽ ഡിഫറൻസ് ഉണ്ട്. ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്ക് ചെയ്താൽ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ പഠിച്ചതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ബൈ.